Hi friends, welcome to Commodity Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ടടുത്ത് വരാനിരിക്കുന്ന 10th ലെവൽ എക്സാമിനേഷനും 12th ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഇനി വരാനിരിക്കുന്ന 10ാം ക്ലാസ് അടിസ്ഥാനപ്പെടുത്തിയ പരീക്ഷകളും +2 യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയ പരീക്ഷകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LDC, അതുപോലെ കമ്പനി ബോർഡ് LGS, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ 10th ലെവലും 12th ലെവലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എക്സാം ബാച്ചുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽ വയ്ക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തുടക്കത്തിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലിസ്റ്റ്, അതായത് അപ്പോൾ അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ അടുത്ത ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഏത് സമയത്തായിരിക്കും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അടുത്ത ലിസ്റ്റ്, ഇപ്പൊ പുതിയ ലിസ്റ്റ് എന്ന് പറയുന്നത് 2027 നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ 2027 ഒരു പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ നമുക്ക് 2025, അതായത് ഈ വർഷം അവസാനത്തോടു കൂടിയെങ്കിലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2025 ഒക്ടോബർ മാസം മുതൽ 2025 ഡിസംബർ മാസം വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഇടയിലുള്ളവർക്ക്. അതായത് നിങ്ങൾ 2/1/1989 1/1/2007 മധ്യേ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ്. ഇത് ജില്ലാ തലത്തിലാണ് ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ജോലി ആണെങ്കിലും എല്ലാം ജില്ലാ തലത്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും, ഡിഗ്രി നിലവിൽ കയ്യിലുള്ളവർക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്, അതായത് ഇത് 10th ലെവൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണെങ്കിൽ പോലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ലിസ്റ്റ് 2027 പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. 2025 അവസാനത്തോടു കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങണം. അപ്പം നമുക്ക് നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ തൊട്ടു മുമ്പ് കടന്നുപോയി. അപ്പോൾ ആ പരീക്ഷ ഒറ്റ സ്റ്റേജിലാണ് നടത്തിയിരുന്നത്. അപ്പോൾ അത് മുന്നോടി ആയിട്ട് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പരീക്ഷ ഒറ്റ പരീക്ഷയായിട്ട് തന്നെ നടത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ചിലപ്പോൾ ഒറ്റ പരീക്ഷയായിട്ട് നടത്തപ്പെടാം. അത് PSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരിക്കും ഇതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എന്നത്. ഇനിയിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഏകദേശം ഇപ്പോൾ 23,700 രൂപയോളം ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് നിലവിലുള്ളത്. അതായത് ഏകദേശം ഒരു LD ക്ലർക്കിന്റെ സാലറിയോട് തുല്യമായിട്ടുള്ള ഒരു സാലറി നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ലഭിക്കും. അപ്പോൾ ഇതിന്റെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു, അവിടെ നിന്ന് നിങ്ങൾ ഗ്രേഡ് 1 ഉയരുന്നു, പിന്നീട് LD തസ്തികയുടെ തത്തുല്യമായിട്ടുള്ള വില്ലേജ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ വില്ലേജ് LD തസ്തികയിലേക്ക് നിങ്ങൾ മാറുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിലവിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് VFA ആയിട്ട് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി വില്ലേജ് ഓഫീസറായിട്ട് നിയമിതനാവാനുള്ള ഒരു സാധ്യത കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും അതിന്റെ രീതിയിൽ നടക്കട്ടെ. നമുക്ക് ഭാവിയിൽ ഒരു വില്ലേജ് ഓഫീസറായിട്ട് തന്നെ പിരിയാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ സമയത്തെ കട്ട് ഓഫും അതുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇനി തിരുവനന്തപുരത്ത് 74 മാർക്കായിരുന്നു കട്ട് ഓഫ്. 250ഓളം പേരുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ. ഇനിയിപ്പോൾ കൊല്ലം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 74 കട്ട് ഓഫ്, 280 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ല 70.76 കട്ട് ഓഫ്, 180 പേരോളം നമ്മുടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. കോട്ടയം ആണെങ്കിൽ 71 കട്ട് ഓഫ്, 150 പേര് മെയിൻ ലിസ്റ്റിൽ. ആലപ്പുഴ 70.67 കട്ട് ഓഫ്, 264 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇനി ഇടുക്കിയാണെങ്കിൽ 68 കട്ട് ഓഫിൽ 156 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. എറണാകുളം ആണെങ്കിൽ 72 കട്ട് ഓഫും 270 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇനി തൃശ്ശൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ 72 കട്ട് ഓഫും 282 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. പാലക്കാട് 71 കട്ട് ഓഫും 280 പേര് മെയിൻ ലിസ്റ്റിലും. കോഴിക്കോട് 74 കട്ട് ഓഫ്, മലപ്പുറം 72 കട്ട് ഓഫും 235 പേര് മെയിൻ ലിസ്റ്റില്.
കണ്ണൂരാണെങ്കിൽ 74 കട്ട് ഓഫ് 193 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. കാസർഗോഡ് 67 കട്ട് ഓഫിൽ 178 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. വയനാട് ജില്ലയിൽ 63.33 ആയിരുന്നു, ഏകദേശം 130 ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, ഏകദേശം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ 74 കട്ട് ഓഫ് വന്നിട്ടുണ്ട്, തിരുവനന്തപുരം കൊല്ലം പോലെയുള്ള ജില്ലകളിൽ. അതുപോലെ തന്നെ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ 67ലേക്കും കട്ട് ഓഫ് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 67 മുതൽ 74 വരെയുള്ള കട്ട് ഓഫുകളായിരുന്നു തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ നമ്മൾ കണ്ടത്. അപ്പം ഈ ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാഠിന്യം അനുസരിച്ച് കട്ട് ഓഫ് മാറും. നിലവിലത്തെ വേക്കൻസിയുടെ നില അനുസരിച്ച് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും മാറ്റം വരും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. ഇനി എന്താണ് ഇതിന്റെ VFAയുടെ ടെൻത്തിലോട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിലബസ് എന്താണ് എന്ന് നോക്കാം. ഇനി ചരിത്രം സംബന്ധിച്ച് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് അല്ലെങ്കിൽ ധനതന്ത്രശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനവും, അതുപോലെ തന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 6 മാർക്ക്. ബാക്കി ഇതെല്ലാം 5 മാർക്കാണ്. ചരിത്രമാണെങ്കിലും ഭൂമിശാസ്ത്രമാണെങ്കിലും ധനതന്ത്ര ശാസ്ത്രമാണെങ്കിലും ഭരണഘടനയാണെങ്കിലും കേരള ഭരണ സംവിധാനമാണെങ്കിലും 5 മാർക്കാണ്. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് 25 മാർക്കാണ് ഇവിടെ സ്കോർ ചെയ്യാൻ കഴിയുന്നത്. ഇനി സയൻസ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവശാസ്ത്രം 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്. അപ്പോൾ ഇവിടെ 12 മാർക്കിനാണ് സയൻസ് എന്നുള്ളൊരു പോർഷനിൽ നിന്ന് മാർക്ക് വരുന്നത്. കലാസാഹിത്യത്തിൽ നിന്ന് 5 മാർക്കും കമ്പ്യൂട്ടറിൽ നിന്ന് 3 മാർക്കും. അപ്പൊ IT ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സുപ്രധാന നിയമങ്ങൾ സംബന്ധിച്ച കാര്യത്തിനകത്ത് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് എന്ന് ഓർത്ത് വെക്കുക. പത്രവായനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വിട്ടുപോകരുത്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനുണ്ട്. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ പോർഷനിൽ നിന്നായിട്ട് 10 മാർക്ക് വീതം 30 മാർക്കിനുണ്ട്. അപ്പൊ 30 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, ബാക്കി 25 മാർക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ്. 12 മാർക്ക് സയൻസിൽ നിന്നുണ്ട്, 3 മാർക്ക് IT, 5 മാർക്ക് കല, സാഹിത്യം തുടങ്ങിയ പോർഷൻസിൽ നിന്നുണ്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, അതായത് കഴിഞ്ഞ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, കഴിഞ്ഞ കട്ട് ഓഫിലേക്കും അതിന് മുകളിലേക്കും കയറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ കരുതുക. അതിനുവേണ്ടി ആ ഒരു റേഞ്ച് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റുകൾ ഏതാണോ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. പുതിയതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്രയും പെട്ടെന്ന് അത് പഠിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്കറിയാം, അതായത് ഈ വർഷം അവസാന നോട്ടിഫിക്കേഷൻ 2027 ലിസ്റ്റ് വരാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിലധികം സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ സമയം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇനി അടുത്ത നോട്ടിഫിക്കേഷനിൽ പോവാം. അത് വെബ്കോ LDC ആണ്. വെബ്കോ LDCയുടെ 558/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. ഇതുവരെ വെബ്കോ LDCയിൽ ഏകദേശം 229 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. അപ്പൊ 229 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 76.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് 1619. അപ്പൊ ഈ 1619 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 76.67 ആയിരുന്നു കട്ട് ഓഫ്. നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത് 229 ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമനം ലഭിച്ചത്. ഇനി പുതിയ ലിസ്റ്റ് 7/2/2027 പുതിയ ലിസ്റ്റ് വരണം. അപ്പോൾ അതിന്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 അവസാനമാണ്. അപ്പൊ ഈ വർഷം അവസാനം നമുക്ക് വെബ്കോ LDC പ്രതീക്ഷിക്കാം. 2 സ്റ്റേജിലായിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ സംബന്ധിച്ചുള്ള റാങ്ക് ലിസ്റ്റ് 2027 തുടങ്ങുന്ന മാസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 76.67 ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത് ബീവറേജസ് കോർപ്പറേഷനിലേക്കുള്ള നിയമനവുമായിട്ട് സംബന്ധിച്ച് LD ക്ലർക്ക് നിയമനവുമായിട്ട് സംബന്ധിച്ച് നടത്തുന്ന ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10th ലെവലാണ്. ശരി, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പ്രിലിംസും മെയിൻസും കാണും. അതുപോലെ തന്നെ ബേസിക് പേ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് 2 ടയർ എക്സാമിനേഷൻ നോക്കി വെക്കുക. ഇനി ബേസിക് പേ എന്ന് പറയുന്നത് 25,600 മുതൽ 60,700 വരെയാണ് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ DA ഉണ്ട്, HRA ഉണ്ട്. പിന്നെ നമുക്കറിയാം ബീവറേജസ് കോർപ്പറേഷന്റെ സമയം എന്ന് പറയുന്നത് നോർമൽ ഓഫീസ് ടൈം അല്ല, അതിൽ കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ കൂടി കാണും. എന്നാൽ ആ മണിക്കൂറുകളിൽ കിട്ടുന്ന അധിക തുകയാണ് നമ്മൾ ഷോപ്പ് അലവൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഓണം പോലെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ബോണസ് കിട്ടുന്നുണ്ട്.
ഇപ്പം ബോണസ് കിട്ടുന്നുണ്ട്. വലിയ രീതിയിലുള്ള ബോണസുകൾ ബീവറേജസ് കോർപ്പറേഷനിൽ കൊടുക്കുന്നു എന്ന വാർത്ത നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊമോഷൻ എങ്ങനെ വരുന്നത്? LD-യിൽ നിന്ന് UD ആവുന്നു, UD-യിൽ നിന്ന് ബീവറേജസ് അസിസ്റ്റന്റ് ആവുന്നു, പിന്നെ മുകൾ തട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൊമോഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, നല്ല സാലറി സ്കെയിലും അതുപോലെ തന്നെ സാലറി സ്കെയിലിന് കൂടാതെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളുമുള്ള ഒരു LD ക്ലർക്ക് തസ്തിക തന്നെയാണ് ബീവറേജസ് അസിസ്റ്റന്റ് എന്ന് ബീവറേജസ് LDC എന്ന് പറയുന്നത്. അപ്പം ഇനി നോക്കാം, ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ 229 നിയമനങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 229 നിയമനങ്ങളാണ് നിലവിൽ നടന്നിട്ടുള്ളത്. അതായത് ഇത് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് ആണ്. 14/5/2025 അവസാനത്തെ അഡ്വൈസ് PSC വിട്ടത്. അപ്പോൾ ഇതിനകത്ത് 229 പേർക്ക് അഡ്വൈസ് ആയപ്പോൾ OC കാറ്റഗറി, ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 169 പേരെ വിളിച്ചു. ഈഴവയാണെങ്കിൽ 176 പേരെ വരെ വിളിച്ചു. എന്നാൽ മുസ്ലിം കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 497 റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ LC ആണെങ്കിൽ 835 വരെ വിളിച്ചിട്ടുണ്ട്. SECC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വിളിച്ചു തുടങ്ങി. ലോ വിഷനും HIയും ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ മുസ്ലിം കാറ്റഗറി LC ഒക്കെ കുറച്ചധികം വിളിക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. എന്ന് വെച്ചാൽ കുറേ അധികം പേര് നോൺ ജോയിനിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറീസിൽ അതിനനുസൃതമായിട്ടുള്ള ആളുകളെ കൂടുതലായിട്ട് റാങ്ക് പുറകിലേക്കും വിളിച്ചു പോകും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ സിലബസ് എങ്ങനെയാണ്? ചരിത്രം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണ സംവിധാനം. അപ്പം ഇത്രയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 25 മാർക്കിനാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി സയൻസ് ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് വീണ്ടും 12 മാർക്കിനാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാർക്ക്. കല, കായികം, സാഹിത്യം തുടങ്ങിയവ 5 മാർക്ക്. IT 3 മാർക്ക്. പിന്നെ ഇമ്പോർട്ടന്റ് നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങളെ സംബന്ധിച്ച് 5 മാർക്ക്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. പിന്നെന്താണ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് 30 മാർക്ക്. അങ്ങനെ 100 മാർക്കിനാണ് നമ്മുടെ സിലബസ്. 76 പോയിന്റ് ആയിരുന്നു, സംതിങ് ആണ്, 76.66 ആണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് വളരെ നിയമന സാധ്യത കൂടിയ, സാലറി സ്കെയിൽ കൂടിയ ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് KSFE പോലെയുള്ള സ്ഥാപനത്തിലേക്ക് OA തസ്തികയായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. കമ്പനി ബോർഡ് LGS നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് 609/2021 ആണ്. അപ്പൊ അഡ്വൈസ് എത്രയാണ്? 2207ഓളം അഡ്വൈസുകൾ പോയിട്ടുള്ള ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇതിന്റെ 4000 പേരാണ് അപ്രോക്സിമേറ്റ്ലി മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ പകുതിയിൽ കൂടുതൽ പേരെ നിലവിൽ തന്നെ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കട്ട് ഓഫ് 76.67 മാർക്കാണ്. അപ്പം 4000-ൽ പരം ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലുള്ളപ്പോൾ 2200-ന് മുകളിൽ നിലവിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS ഇനിയും ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ ലിസ്റ്റ് എന്നാ വരുന്നത്? പഴയ ലിസ്റ്റ് 2024 ജനുവരി 12-ന് വന്നു. അതുകൊണ്ട് തന്നെ 3 വർഷം കാലാവധി. 2027 തുടക്കത്തിൽ തന്നെ പുതിയ ലിസ്റ്റ് വരണം. അപ്പൊ അതിന് അനുബന്ധിച്ച് 2 ടയർ എക്സാമിനേഷൻ കാണും. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഒക്ടോബർ മുതൽ ഡിസംബർ മാസം വരെ ആയിരിക്കും. ഇനി സാലറി എങ്ങനെയാണ്? വിവിധ തരത്തിലുള്ള കമ്പനി ബോർഡുകളിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ വാട്ടർ അതോറിറ്റിയിലാണെങ്കിൽ ഒരു സാലറി സ്കെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. KSFയിലാണെങ്കിൽ മറ്റൊരു സാലറി സ്കെയിലായിരിക്കും. അങ്ങനെ നിയമിതനാവുന്ന ബോർഡുകളുടെ അടിസ്ഥാനത്തിൽ ഈ സാലറിയും വ്യത്യസ്തപ്പെട്ട് നിൽക്കും. എന്നാലും താരതമ്യേന KSFയിലൊക്കെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 30,000 രൂപ അടുത്ത് നിങ്ങൾക്ക് കയ്യിൽ സാലറി കിട്ടുന്ന ഒരു തസ്തിക തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇനി ഇത് ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണെങ്കിലും എല്ലാ യോഗ്യതയുള്ളവർക്കും ഡിഗ്രി ഹോൾഡേഴ്സിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ കഴിയും. സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. ഇനി നോക്കിയേ, ഏതൊക്കെ വേരിയസ് ബോർഡുകളിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, ബെബ്കോയിലേക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KSFയിലേക്ക് വിളിക്കുന്നുണ്ട്. ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്ക് വിളിക്കുന്നുണ്ട്. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ബോർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ബൾക്ക് വേക്കൻസി, ചിലപ്പോൾ 30 വേക്കൻസി ഖാദി സംബന്ധിച്ചുള്ള ബോർഡുകളിലേക്ക് വിളിച്ചു. അതുപോലെ വാട്ടർ അതോറിറ്റി 19 വേക്കൻസി ഒരുമിച്ച് വിളിച്ചു. അതിന് മുന്നേ തന്നെ വാട്ടർ അതോറിറ്റി 5 വേക്കൻസിയാണ്, 11 വേക്കൻസി വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പല ബോർഡുകളും പല സമയത്തായിട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് ഏകദേശം 2200ഓളം വേക്കൻസികൾ നിലവിൽ നിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. കാരണം നല്ല രീതിയിലുള്ള സാലറി സ്കെയിലും നല്ല രീതിയിലുള്ള നിയമനങ്ങളും നല്ല ജോലിയും ഉള്ള ഒരു
ഇത് തന്നെയാണ്, ഒരു ജോലി തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ KSFIയുടെ കാര്യം നോക്കാം. KSFIയിൽ നിങ്ങൾ OA ആയിട്ട് കയറി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നിയമനം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റിന്റെ തുടക്കത്തിൽ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന സാലറി തന്നെ 45,000-ഓളമാണ്. അപ്പം നിങ്ങൾക്ക് സീനിയോറിറ്റി കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബെഫ്കോ. ബോണസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഷോപ്പ് അലവൻസുകളാണെങ്കിലും ഉള്ള ഒരു എന്താണ് ബോർഡ് തന്നെയാണ് ബെഫ്കോ എന്ന് പറയുന്നത്. ഇനി നിലവിലത്തെ അഡ്വൈസ് നില 2207 ആണെന്ന് ഞാൻ പറഞ്ഞു. 2207 ആവുമ്പോൾ OC മെയിൽ കാറ്റഗറിനെ 1816 വരെ വിളിച്ചു, ഫീമെയിൽ കാറ്റഗറി 1712 വരെ വിളിച്ചു. എന്നാൽ ചില കാറ്റഗറികൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വിളിച്ചു. SC ST LC അതുപോലെ തന്നെ SIUC നാടാറ് SC CC തുടങ്ങിയ കാറ്റഗറിയിലെല്ലാം ഇപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 3342 റാങ്ക് വരെ മുസ്ലിം കാറ്റഗറി വിളിച്ചു. ഇപ്പോൾ OC കാറ്റഗറി എടുത്ത് നോക്കിയാൽ 1800 1700, ഈഴവയാണെങ്കിൽ 1824 1719 വിമൻ കാറ്റഗറി. അപ്പോൾ ഇത്രയാണ് നിയമന നില എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു 7ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരീക്ഷ വരുന്നത്. എന്താണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്? പൊതുവിജ്ഞാനം 40 മാർക്ക്. ഈ പൊതുവിജ്ഞാനത്തിനകത്ത് തന്നെയാണ് ജോഗ്രഫി, ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. ഇനി ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്, നേരത്തെ പരീക്ഷകൾ പോലെ തന്നെ. സയൻസിനകത്തുനിന്ന് 10 മാർക്ക്. ഇനി പൊതുജന ആരോഗ്യം എന്നത് ഒരു പ്രത്യേക വിഭാഗമായിട്ട് പെടുത്തി അതിനകത്ത് 10 മാർക്ക്. ഇനി മാത്സ് അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി തുടങ്ങിയ കാര്യത്തിന് 20 മാർക്ക്. അപ്പോൾ ഇതാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയത്തിന് 20 മാർക്ക്, സയൻസ് 10, പൊതുജനാരോഗ്യം 10, ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠ പരിശോധന, മെന്റൽ എബിലിറ്റി അതായത് 20 മാർക്ക്. അപ്പോൾ ഇത്രയാണ് 100 മാർക്കിനുള്ള നിങ്ങളുടെ മുമ്പിലുള്ള സിലബസ് എന്ന് പറയുന്നത്. സിലബസ് കൃത്യമായിട്ട് നോക്കുക. സിലബസ് അടിസ്ഥാനപ്പെടുത്തി ഇപ്പം ഇതിന്റെ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ അടുക്കുന്ന മുഖേന നമ്മൾ ഓരോ തസ്തികയുടെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് സിലബസും പറഞ്ഞു പോകും. ഇനിയിപ്പോൾ ഉള്ളത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 600/2021 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ 506 പേർക്കാണ് നിലവിൽ നിയമനം ലഭിച്ചിട്ടുള്ളത്. അതിന് മെയിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 1239 പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ 506 പേർക്ക് നിലവിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. 58.33 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് മുന്നേ വന്ന ലിസ്റ്റിൽ ഏകദേശം 950ഓളം നിയമനങ്ങൾ നടന്ന് ആ ഒരു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നിയമനം ലഭിച്ചു. ആ മെയിൽ ലിസ്റ്റിൽ എക്സോസ്റ്റ് ആവുന്നത് വരെ എന്ത് ചെയ്തു? ആ നിയമനങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അപ്പം മെയിൽ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു ലിസ്റ്റാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതിന്റെ മുന്നിലത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിനകത്ത് 1239 ഉണ്ട്. ഏകദേശം പകുതിയോളമായി 506 പേരുടെ നിയമനങ്ങൾ നിലവിൽ നടന്നിട്ടുണ്ട്. ഇനി പുതിയ ലിസ്റ്റ് എന്താണ് വരുന്നത്? 2027, അതായത് 6/2024 കൂടി നമുക്ക് പുതിയ ലിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം അവസാനത്തോടെ നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതായത് 165 സെന്റിമീറ്റർ എന്നൊരു അടിസ്ഥാന മാനദണ്ഡ ഹൈറ്റിലുണ്ട്. 165 സെന്റിമീറ്റർ ആണ്. ഇനി ഇതൊരു 10th ലെവൽ എക്സാമിനേഷൻ ആണ്. ഇനി സിലബസ് നോക്കിയേ. 10th ലെവൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചരിത്രം, ഭൂമിശാസ്ത്രം, ജനതന്ത്ര ശാസ്ത്രത്തിൽ നിന്ന് 15 മാർക്കുണ്ട്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, ധനതന്ത്രശാസ്ത്രം 5. അങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 15 മാർക്കിന് ഉണ്ട് സിലബസിൽ. ഇനി ഭരണഘടന സംബന്ധിച്ചുള്ളത് 8 മാർക്കിനുണ്ട്. ഭരണഘടന 8ഉം കേരളം ഭരണവും സംവിധാനവും 3ഉം. അങ്ങനെ 8ഉം 3ഉം 11 മാർക്ക് ഇവിടെയുണ്ട്. അതായത് ഇന്ത്യയും കേരളവും സംബന്ധിച്ച്. ഇനി ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്കിനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം 3 മാർക്ക്. അങ്ങനെ സയൻസിൽ നിന്ന് 10 മാർക്ക്. ഇനി കലാകായികം, സാംസ്കാരികം 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. അങ്ങനെ കലാകായിക സാംസ്കാരികം 40 മാർക്ക്, 4 മാർക്കും പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് 10 മാർക്കും. ഇനി മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം 30 മാർക്കിന്. ഇത് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതായത് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനുണ്ടാവും. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 027/2022 ആണ്. അപ്പോൾ അതിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ്. ഇനി ജില്ലാ തലത്തിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിളിക്കുന്നത്. കഴിഞ്ഞ അഡ്വൈസ് എന്ന് പറയുന്നത് 700 ആയിരുന്നു. ഇനി
എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 അവസാനത്തോടെ വീണ്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ 2026 തുടക്കം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ജില്ലാ തലത്തിലാണുള്ളത്. ക്വാളിഫിക്കേഷൻ +2 ആണ്. 168 സെന്റിമീറ്റർ ആണ് മെന്നിനുള്ള ബേസിക് ഹൈറ്റ് എന്ന് പറയുന്നത്. 157 ആണ് വിമനുള്ളത്. ഇനി 19 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് കാറ്റഗറി. ബേസിക് പേ നമ്മൾ പറഞ്ഞു പോയി. ഇനി കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫും അതുപോലെ തന്നെ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ്. 64 ആയിരുന്നു കട്ട് ഓഫ്, 150 പേര് ഉൾപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ. കൊല്ലം ജില്ല 63.67 ആണ്, 146 പേരാണ് ഉൾപ്പെട്ടത്. പത്തനംതിട്ട ജില്ലയിൽ 64 എന്നുള്ള കട്ട് ഓഫിൽ 260ഓളം പേര് ഉൾപ്പെട്ടു. കോട്ടയം 130 കട്ട് ഓഫ്, അതുപോലെ തന്നെ 65 ഉൾപ്പെട്ടു. ഇടുക്കിയാണെങ്കിൽ 61 കട്ട് ഓഫിൽ 260 പേര് ഉൾപ്പെട്ടു. എറണാകുളം 59.67 കട്ട് ഓഫ് 298 പേര് ഉൾപ്പെട്ടു. തൃശ്ശൂരാണെങ്കിൽ 64.67 കട്ട് ഓഫ് 126 പേര് ഉൾപ്പെട്ടു. പാലക്കാട് 62.33 കട്ട് ഓഫ് 359 പേര് ഉൾപ്പെട്ടു. കോഴിക്കോട് 65 കട്ട് ഓഫിൽ 150 പേര് ഉൾപ്പെട്ടു. മലപ്പുറം 63.33 കട്ട് ഓഫിൽ 117 പേര് ഉൾപ്പെട്ടു. ഇനി കണ്ണൂര് 64.67 കട്ട് ഓഫ് 126 പേര് ഉൾപ്പെട്ടു. കാസർഗോഡ് 61.67 കട്ട് ഓഫിൽ 74 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. വയനാട് 64.33 257 പേര് ഉൾപ്പെട്ടു. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു 60 മാർക്ക് മുതൽ ഒരു 65 മാർക്ക് വരെയുള്ള കട്ട് ഓഫ് നിലയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം 15 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളത്തിൽ നിന്ന് 3 മാർക്ക്, അങ്ങനെ മുമ്പേ കൂട്ടിയ പോലെ 11 മാർക്കായി. ഇനി സയൻസിൽ നിന്ന് 10 മാർക്കുണ്ട്. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ കാര്യത്തിൽ നിന്ന്. കലാകായികം 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 10 മാർക്കാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കിനുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനുണ്ട്. അപ്പൊ അതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ വരാനിരിക്കുന്ന തൊട്ട് മുമ്പിൽ വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും സിലബസും നിയമന നിലയും കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു പോയി. ഇനിയിപ്പോൾ ഓരോ പരീക്ഷ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതനുസരിച്ച് ആ പരീക്ഷയുടെ തന്നെ പ്രത്യേകിച്ചുള്ള വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇൻഡെപ്ത് ഡീറ്റെയിലുകൾ സിലബസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CC ഇപ്പോൾ ഇതിന് ഈ ഒരു 5 പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ 10th 12th ലെവൽ എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻക്വയറിക്കായിട്ട് നമ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻക്വയറി ചെയ്യുക, കാര്യങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. എന്തായാലും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഈ വരുന്ന 10th ലെവലും 12th ലെവലിലും നിങ്ങൾക്ക് മാക്സിമം പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.